ഒരു കാലത്ത് കേരളത്തിൽ ഒരു വിഭാഗം മനുഷ്യർക്ക് വഴി നടക്കാനോ അക്ഷരങ്ങൾ പഠിക്കാനോ മാറുമറയ്ക്കാനോ പോലും അവകാശമുണ്ടായിരുന്നില്ല. ആ ഇരുണ്ട കാലഘട്ടത്തിൽ എറണാകുളത്തെ മുളവുകാട് എന്ന കൊച്ചു ദ്വീപിൽ നിന്ന് ഒരു പെൺകുട്ടി ഇന്ത്യൻ ചരിത്രത്തിലേക്ക് നടന്നു കയറി. അക്ഷരങ്ങളെ ആയുധമാക്കിയ ആ പോരാളിയാണ് ദാക്ഷായണി വേലായുധൻ. 1912 എറണാകുളത്തെ മുളവുകാട് ദ്വീപിൽ ജനനം. പുലയ സമുദായത്തിൽ ജനിച്ച് ജാതി വിവേചനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയ അവർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് വനിതാ ബിരുദധാരിയായി മാറി. പിന്നീട് മദ്രാസിൽ നിന്നും അധ്യാപക പരിശീലനം പൂർത്തിയാക്കി. ആ അറിവും പോരാട്ട വീര്യവും 1945 അവരെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എത്തിച്ചു. അന്ന് സവർണർക്കൊപ്പം ഇരിക്കാൻ അനുവാദമില്ലാത്തതിനാൽ ക്ലാസ് മുറിക്ക് പുറത്തിരുന്ന് മണ്ണിലിരുന്ന് പഠിച്ച ആ പെൺകുട്ടി പിന്നീട് തന്റെ 34ാമത്തെ വയസ്സിൽ 1946 ചെന്നെത്തിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലായിരുന്നു. ആ സഭയിലുണ്ടായിരുന്ന 15 വനിതകളിൽ ഒരേ ഒരു ദളിത് സാന്നിധ്യം ദാക്ഷായണി വേലായുധന്റേതായിരുന്നു. തൊട്ടുകൂടായ്മയ്ക്കും നിർബന്ധിത തൊഴിലിനുമെതിരെ സഭയിൽ അവർ വാദിച്ചു. എന്നാൽ ദളിതർക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന വാദത്തെ അവർ ശക്തമായി തന്നെ എതിർത്തിരുന്നു. അന്ന് BR അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും വരെ ആശയങ്ങളോട് പോലും വിയോജിക്കാൻ അവർ ധൈര്യം കാണിച്ചു. ദളിതർക്ക് വേണ്ടത് കേവലം സംവരണമല്ല, സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം കൂടെയാണെന്ന് അവർ നിരന്തരം വാദിച്ചുകൊണ്ടേയിരുന്നു. മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു സമുദായത്തിൽ നിന്നും വന്ന് മേൽവസ്ത്രം ധരിച്ച് സമൂഹത്തിനു മുന്നിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച, ഒടുവിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ച ചുരുക്കം ചില വനിതകളിൽ ഒരാളായി മാറിയ ദാക്ഷായണി വേലായുധൻ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ഇതിഹാസമാണ്.